നമ്മളുടെ g of s into h of s contour in g of s into h of s plane corresponding to the Nyquist contour in s plane encircles the point minus 1 plus j0 in anti-clockwise direction as many times as the number of right half of s plane poles of g of s into h of s, then the closed loop system is stable. അപ്പം ഒരു സിസ്റ്റം സ്റ്റേബിൾ ആകണം എങ്കിൽ നിങ്ങൾ ഏറ്റവും ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നൈക്വിസ്റ്റ് സ്റ്റെബിലിറ്റി ക്രൈറ്റീരിയൻ പ്രകാരം നമ്മളുടെ ജി ഓഫ് എസ് ഇൻറ്റു എച്ച് ഓഫ് എസ് പ്ലെയിനിലെ കോണ്ടൂറിൽ വരയ്ക്കുമ്പോൾ നമ്മളുടെ അവിടെ ജി ഓഫ് എസ് ഇൻറ്റു എച്ച് ഓഫ് എസ് പ്ലെയിനിലെ കോണ്ടൂർ എൻസർക്കിൾ ചെയ്യുന്നത് എത്ര പ്രാവശ്യമായിരിക്കണം, എത്ര നമ്പർ ഓഫ് പോൾസ് ഉണ്ടോ അത്രയും ടൈംസ് ആയിരിക്കണം അതിൻ്റെ എൻസർക്കിൾമെൻറ്റ് ഉണ്ടാകുന്നത്. ഓക്കെ, അതാണ് നമ്മളുടെ എന്ത് പറയുന്നത്, നമ്മളുടെ നൈക്വിസ്റ്റ് സ്റ്റെബിലിറ്റി ക്രൈറ്റീരിയൻ പറയുന്നത്. അപ്പം അങ്ങനെ അല്ല എങ്കിൽ എന്തായിരിക്കും, സിസ്റ്റം അൺസ്റ്റേബിൾ ആയിരിക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ നൈക്വിസ്റ്റ് സ്റ്റെബിലിറ്റി ക്രൈറ്റീരിയൻ നമുക്ക് 3 സിറ്റുവേഷനിലാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. ഒന്നെന്ന് പറഞ്ഞാൽ എൻസർക്കിൾമെൻറ്റ് ഒന്നുമില്ല എന്ന് വിചാരിക്കാം. ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, എൻസർക്കിൾമെൻറ്റ് ഇല്ല എന്ന് വിചാരിക്കാം. സപ്പോസ് നോ എൻസർക്കിൾമെൻറ്റ്. അപ്പോൾ എൻസർക്കിൾമെൻറ്റ് ഇല്ല എങ്കിൽ എന്താണ്, ഒന്നെങ്കിൽ 2 ചാൻസസ് ആണുള്ളത്. എൻസർക്കിൾമെൻറ്റ് ഇല്ല എങ്കിൽ എന്താണ് മീനിങ്, അപ്പോൾ നമ്മളുടെ ഇക്വേഷൻ എന്താണ്, നമ്മളുടെ ഇക്വേഷൻ എന്താണ്, n ഈസ് ഈക്വൽ ടു പി മൈനസ് സെഡ് എന്നാണ് നമ്മളുടെ ഇക്വേഷൻ. അപ്പം n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ആൻറ്റി ക്ലോക്ക്വൈസ് എൻസർക്കിൾമെൻറ്റ്, p എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പോൾസ് ഓൺ റൈറ്റ് ഹാഫ് ഓഫ് എസ് പ്ലെയിൻ, z എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് സീറോസ് ഓൺ ദ റൈറ്റ് ഹാഫ് ഓഫ് എസ് പ്ലെയിൻ. ഓക്കെ, അപ്പം ഇവിടെ എന്താണ്, നമ്പർ ഓഫ് പോൾസും ഓൺ റൈറ്റ് ഹാഫ് ഓഫ്, അപ്പം നമുക്ക് എന്താണ് ചെക്ക് ചെയ്യേണ്ടത്, പോൾസ് റൈറ്റ് ഹാഫിൽ എത്രയുണ്ടോ അത്രയും ആൻറ്റി ക്ലോക്ക്വൈസ് എൻസർക്കിൾമെൻറ്റ് ഉണ്ടെങ്കിൽ സിസ്റ്റം സ്റ്റേബിൾ ആണ്. ഇവിടെ ഏതെങ്കിലും സീറോ ഉണ്ടെങ്കിൽ എന്താണ്, അത് അൺസ്റ്റേബിൾ ആയിരിക്കും എന്ന് ഉറപ്പാണ്. അപ്പം നമുക്ക് സിസ്റ്റം സ്റ്റേബിൾ ആകണം, നോ എൻസർക്കിൾമെൻറ്റ് ആണെങ്കിൽ സിസ്റ്റം സ്റ്റേബിൾ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. ഇഫ് നോ എൻസർക്കിൾമെൻറ്റ് വിത്ത് റെസ്പെക്ട് ടു -1 + j0. ഓക്കെ, 1 + j0യെ നമ്മൾ എൻസർക്കിൾമെൻറ്റ് ഒന്നും ഇല്ല എങ്കിൽ 2 ചാൻസസ് ആണുള്ളത്. ഓക്കെ, നമ്പർ ഓഫ് പോൾസും സീറോസും ഒന്നും ഇല്ലാത്ത കേസുണ്ട്, പോൾസും സീറോ ആകാനുള്ള ചാൻസ് ഉണ്ട്, സീറോ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്കെന്ത് പറയാം, പോൾസ് സീറോ ആകാം, നോ പോൾസ്, അതുപോലെ തന്നെ നോ സീറോസ്. ഓക്കെ, അപ്പം നോ പോൾസ് ആയിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്കെന്ത് പറയാൻ പറ്റും, ബിക്കോസ് സിസ്റ്റം സ്റ്റേബിൾ. ഓക്കെ, റൈറ്റ് ഹാഫിൽ പോൾസ് ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ നോ പോൾസ്, അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഉള്ള ചാൻസ് എന്ന് പറഞ്ഞാൽ പോൾസും സീറോസും ഈക്വൽ ആണ്. ഓക്കെ, സപ്പോസ് പോൾ ഈക്വൽ ടു 2 ആൻഡ് സീറോ ഈക്വൽ ടു 2. അപ്പോൾ ഈ രണ്ടും ഈക്വൽ ആണെങ്കിലും എൻസർക്കിൾമെൻറ്റ് ഉണ്ടാകത്തില്ല, പോൾസും സീറോസും ഇല്ല എങ്കിലും എന്തുണ്ടാകത്തില്ല, എൻസർക്കിൾമെൻറ്റ് ഉണ്ടാകത്തില്ല. ഓക്കെ, അപ്പം നമുക്ക് എന്ത് പറയാം, എപ്പോഴായിരിക്കും സിസ്റ്റം സ്റ്റേബിൾ ആയിട്ട് വരിക, പോൾസ് ഒന്നും ഇല്ലാത്ത സമയത്ത് സിസ്റ്റം സ്റ്റേബിൾ ആവും. അപ്പം നോ എൻസർക്കിൾമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, നോ എൻസർക്കിൾമെൻറ്റ് ആണെങ്കിൽ സിസ്റ്റം എന്തായിരിക്കും, സ്റ്റേബിൾ ആകാൻ ചാൻസ് ഉണ്ട്. എപ്പോഴായിരിക്കും സ്റ്റേബിൾ ആവുക, നമ്പർ ഓഫ് പോൾ, ഇഫ് ദർ ആർ നോ പോൾസ് ഓഫ് ജി ഓഫ് എസ് ഇൻ ദ റൈറ്റ് ഹാഫ് ഓഫ് എസ് പ്ലെയിൻ ദ സിസ്റ്റം വിൽ ബി സ്റ്റേബിൾ. ഇഫ് ദർ ആർ പോൾസ് ഓൺ ദ റൈറ്റ് ഹാഫ് ഓഫ് എസ് പ്ലെയിൻ സിസ്റ്റം ഈസ് അൺസ്റ്റേബിൾ. അപ്പം പോൾസ് ഉണ്ടെങ്കിൽ സിസ്റ്റം അൺസ്റ്റേബിൾ ആകും, പക്ഷേ പോൾസ് റൈറ്റ് ഹാഫ് ഇല്ല എങ്കിൽ സിസ്റ്റം സ്റ്റേബിൾ ആകും. അപ്പം ഇത് നിങ്ങൾ മനസ്സിലാക്കുക, ഈ ഒരു സിറ്റുവേഷനിലായിരിക്കും സിസ്റ്റം സ്റ്റേബിൾ ആകുക. ഓക്കെ, ഇനിയിപ്പോൾ ആൻറ്റി ക്ലോക്ക്വൈസ് എൻസർക്കിൾമെൻറ്റ് ഓഫ് -1 + j0 പോയിന്റ്, അതായത് നിങ്ങൾക്ക് ഇത് പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും, ഞാൻ പറയുന്ന ആ കൺസെപ്റ്റ് നിങ്ങളൊന്ന് ക്ലിയർ ആക്കി വെക്കുക. ദാറ്റ്സ് ഓൾ. ആൻറ്റി ക്ലോക്ക്വൈസ് എൻസർക്കിൾമെൻറ്റ് ഓഫ് -1 + j0 പോയിന്റ്, അതായത് നമ്മൾ നെക്സ്റ്റ് കൺസിഡർ ചെയ്യാൻ പോകുന്നത് ആൻറ്റി ക്ലോക്ക്വൈസ് എൻസർക്കിൾമെൻറ്റ് ആണ്. സപ്പോസ് എന്താണ്, ആൻറ്റി ക്ലോക്ക്വൈസ് എൻസർക്കിൾമെൻറ്റ് ഉണ്ടെങ്കിൽ എപ്പോഴും സിസ്റ്റം സ്റ്റേബിൾ ആകണം എന്നുണ്ടോ, അതായത് നിങ്ങൾ നോക്കുക, n = p - z എന്നാണ് നമ്മളുടെ ഇക്വേഷൻ. ഓക്കെ, അപ്പം ഇത് നമ്പർ ഓഫ് ആൻറ്റി ക്ലോക്ക്വൈസ് എൻസർക്കിൾമെൻറ്റ്. അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞു, ആൻറ്റി ക്ലോക്ക്വൈസ് ഡയറക്ഷൻ ആൻറ്റി ക്ലോക്ക്വൈസ് എൻസർക്കിൾമെൻറ്റ് ഈക്വൽ ടു എത്രയായിരിക്കണം, നമ്പർ ഓഫ് പോൾസ് ആണെങ്കിൽ മാത്രമേ നമുക്ക് സിസ്റ്റം സ്റ്റേബിൾ ആവുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് പോൾസിൻ്റെ അത്രയും നമുക്ക് ആൻറ്റി ക്ലോക്ക്വൈസ് എൻസർക്കിൾമെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ സിസ്റ്റം സ്റ്റേബിൾ ആവുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് സിസ്റ്റം അൺസ്റ്റേബിൾ ആയിരിക്കും. അങ്ങനെ അല്ലാത്ത കേസിൽ, അപ്പം നിങ്ങൾക്ക് ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞ കേസ് തന്നെയാണ്. അപ്പോൾ 3 പോൾസും
സീറോ സീറോസും ആണ് എങ്കിൽ നമ്പർ ഓഫ് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ആൻറ്റി ക്ലോക്ക് വൈസ് എൻസർക്കിൾമെൻറ്റ് എന്ന് പറയുന്നത് 3 ആണ്. അത്രയും നമ്പർ ഓഫ് പോൾസിൻ്റെ അത്രയുമാണ്. ഈ സപ്പോസ് 3 - 1 0 ഉണ്ടെങ്കിൽ നമുക്ക് ആൻറ്റി ക്ലോക്ക് വൈസ് എൻസർക്കിൾമെൻറ്റ് 2 ആണ് കിട്ടുന്നത്. അപ്പം സിസ്റ്റം അൺസ്റ്റേബിൾ ആണ്. ഓക്കെ, ഇനിയിപ്പോൾ ക്ലോക്ക് വൈസ് എൻസർക്കിൾമെൻറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയാൻ പറ്റും? ക്ലോക്ക് വൈസ് ആണെങ്കിൽ ഓൾവേസ് എന്തായിരിക്കും? സിസ്റ്റം അൺസ്റ്റേബിൾ ആയിരിക്കും. ബിക്കോസ് എന്താണ് അത് അവിടെ റൈറ്റ് ഹാഫിൽ എന്തുണ്ടെന്നാണ് അതിൻ്റെ മീനിങ്? 0 ഉണ്ടെന്നാണ് മീനിങ്. ഇപ്പോൾ റൈറ്റ് ഹാഫിൽ 0 ഉണ്ടെങ്കിൽ മാത്രമേ ക്ലോക്ക് വൈസ് എൻസർക്കിൾമെൻറ്റ് ഉണ്ടാവത്തുള്ളൂ. ഓക്കെ, അപ്പം ക്ലോക്ക് വൈസ് എൻസർക്കിൾമെൻറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ സിസ്റ്റം എപ്പോഴും ഇതായിരിക്കും, അൺസ്റ്റേബിൾ ആയിരിക്കും. ഓക്കെ, ഈ കൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയോ? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ആ പ്രൊസീജിയർ തന്നെയാണ് ഇപ്പോഴും നമ്മൾ ഇത് വെച്ചിട്ടാണ് നമ്മളുടെ പ്രോബ്ലം ചെയ്യാൻ പോകുന്നത്. നൈക്വിസ്റ്റ് സ്റ്റെബിലിറ്റി ക്രൈറ്റീരിയൻ പ്രോബ്ലം നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ പ്രൊസീജിയറാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. എങ്ങനെയാണ് നമ്മൾ ഒരു സ്റ്റെബിലിറ്റി ക്രൈറ്റീരിയൻ നമുക്ക് നൈക്വിസ്റ്റ് സ്റ്റെബിലിറ്റി ക്രൈറ്റീരിയൻ പ്രകാരം എങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാം സ്റ്റെബിലിറ്റി. ഓക്കെ, അപ്പോൾ അത് നമ്മൾ നോക്കുവാണ്. അപ്പം ഞാൻ നിങ്ങളോട് ഓൾറെഡി അതിൻ്റെ ഒരു പ്രൊസീജിയർ നിങ്ങൾക്ക് ബ്രീഫായിട്ട് പറഞ്ഞിരുന്നു. അതായത് നമ്മൾ പറഞ്ഞൊരു കാര്യം ഇതാണ്, നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എൻ്റെ റൈറ്റ് ഹാഫ് നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും. അതായത് എൻ്റെ റൈറ്റ് ഹാഫിൽ എക്സ്പ്ലെയിനിലെ എൻ്റെ റൈറ്റ് ഹാഫിൽ എന്ത് ചെയ്യുന്നു? നമ്മൾ ആക്ച്വലി എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ 3 സെഗ്മെൻ്റായിട്ട് ഞാൻ ഡിവൈഡ് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞു. ഓരോ സെഗ്മെൻറ്റിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്ലോട്ട് ഓക്കെ നമ്മൾ എവിടെ വരയ്ക്കും? നമ്മൾ G(h) പ്ലെയിനിൽ വരയ്ക്കും. ഓക്കെ, അപ്പം ഓരോ സെഗ്മെൻറ്റിൻ്റെയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള കറസ്പോണ്ടിങ് വാല്യൂസ് വിച്ച് വിൽ ബി ഓൺ ദ G(h) പ്ലെയിൻ എങ്ങനെയായിരിക്കും നമ്മൾ നോക്കുന്നു. ഓക്കെ, അപ്പം അത് ഓരോന്നിനും C1നും C2നും C3ക്കും കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ G(h) പ്ലെയിനിൽ വരയ്ക്കുമ്പോൾ എസ് പ്ലെയിനിന് കറസ്പോണ്ടിങ് ആയിട്ട് G(h) വരയ്ക്കുമ്പോൾ എങ്ങനെയായിരിക്കും നമുക്ക് അത് പ്ലോട്ട് കിട്ടുക? ആ കോണ്ടൂർ എങ്ങനെയായിരിക്കും? ഓക്കെ, അത് 3ഉം കൂടി ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന കോണ്ടൂർ, ആ കോണ്ടൂറിൻ്റെ വാല്യൂവിനെ ബേസ് ചെയ്തിട്ടായിരിക്കും സിസ്റ്റം സ്റ്റേബിൾ ആണോ അല്ലയോ നമ്മൾ പറയും. അത് നമുക്ക് പ്രൊസീജിയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ആദ്യം നമ്മൾ C1 എന്ന് പറയുന്ന സെഗ്മെൻറ്റ് കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ ഓൾറെഡി ഞാൻ പറഞ്ഞു പോസിറ്റീവ് ഇമാജിനറി ആക്സിസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പം ആ C1 എന്ന് പറയുന്നതിൽ നമ്മൾ എസ്സിന് നമ്മൾ കൊടുക്കുന്ന വാല്യൂ J(ω) എന്നാണ്. അതായത് നമ്മൾ എസ് പ്ലെയിനിലുള്ളതിനെ നമ്മൾ എങ്ങോട്ടാണ് മാറ്റുന്നത്? G(h) പ്ലെയിനിലേക്കാണ് മാറ്റുന്നത്. അപ്പം എസ്സിന് J(ω) കൊടുക്കുന്നു. അടുത്തത് C2 എന്ന് പറയുന്ന സെഗ്മെൻറ്റ് കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ എസ്സിന് കൊടുക്കുന്ന വാല്യൂ ലിമിറ്റ് r ടെൻഡ്സ് ടു ഇൻഫിനിറ്റി r(e⁻g⁵) എന്നാണ് കൊടുക്കുന്നത്. C3 എന്ന് പറയുമ്പോൾ നമ്മൾ എസ്സിന് നമ്മൾ കൊടുക്കുന്നത് S = J(ω) എന്നാണ്. ഇവിടെയും ഇവിടെ ഒമേഗയുടെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നത് -∞ to 0 ആണ്. അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ്. അപ്പം അതിൻ്റെ പ്രൊസീജിയർ നമുക്ക് കാണാം. അപ്പം ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് നിങ്ങൾ കാണാമെന്ന് വിചാരിക്കുന്നു. അപ്പം ഇവിടെ നൈക്വിസ്റ്റ് കോണ്ടൂർ ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. അപ്പം ഒരു നൈക്വിസ്റ്റ് കോണ്ടൂർ എന്ന് പറയുന്നത് എൻ്റയർ റൈറ്റ് ഹാഫ് ഓഫ് എസ് പ്ലെയിനിനെ എൻക്ലോസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഒരു നൈക്വിസ്റ്റ് കോണ്ടൂർ വരയ്ക്കുന്നത്. അപ്പോൾ ആക്ച്വലി നിങ്ങൾ ഇത്രയും നമ്മൾ ചെക്ക് ചെയ്യുന്നത്, നമ്മൾ ഒരു ഏരിയ സെലക്ട് ചെയ്തിട്ട്, ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്തെങ്കിലും ഒരു സാധനം നിങ്ങൾക്ക് കാണാതെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്യുക, ആ ഒരു പർട്ടിക്കുലർ പ്രിമിസസ് മാത്രമായിരിക്കും നിങ്ങൾ ചെക്ക് ചെയ്യുക. ഓക്കെ, അതുപോലെയാണ് നമ്മളിവിടെ ചെക്ക് ചെയ്യുന്നത്. അതായത് നമുക്ക് എൻ്റെ റൈറ്റ് ഹാഫ് നമ്മൾ ചെക്ക് ചെയ്യുന്നു, അവിടെ എന്തെങ്കിലും പോൾസ് സീറോസോ ഉണ്ടോ, എത്ര നമ്പർ ഓഫ് പോൾസ് ആൻഡ് സീറോസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുന്നത് പോൾസ് ആൻഡ് സീറോസ് മാത്രമല്ല ചെക്ക് ചെയ്യുന്നത്, നമ്മൾ പോൾസിനെ മാത്രമാണ് ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ പോൾസ് എത്രയുണ്ട്, ആ പോൾസ് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ G(h) പ്ലെയിനിൽ വരയ്ക്കുന്ന കോണ്ടൂർ എന്ന് പറയുന്നത്, ആ കോണ്ടൂർ എത്ര ടൈംസ് എൻസർക്കിൾ ചെയ്യുന്നു, അത് ആ പോൾസിൻ്റെ അത്രയും ആണെങ്കിൽ സിസ്റ്റം സ്റ്റേബിൾ ആണ് എന്ന് നമ്മൾ പറയും. അതാണ് നമ്മുടെ പ്രൊസീജിയർ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എൻ്റെ റൈറ്റ് ഹാഫ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ നൈക്വിസ്റ്റ് കോണ്ടൂർ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് 3 കേസസ് ഇവിടെ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഒരു നോർമൽ ആയിട്ടുള്ള ഒരു നൈക്വിസ്റ്റ് കോണ്ടൂർ എന്ന് പറയുന്നത്
പോൾസ് വിച്ച് ഈസ് ഓൺ ദ ഇമാജിനറി ആക്സിസ്. അപ്പം ഈ കേസ് നിങ്ങൾ നോക്കുവാണെങ്കിൽ ഫസ്റ്റ് കോണ്ടൂർ നിങ്ങൾ കാണുന്നുണ്ടാവും. നമ്മൾ ഈ ഫസ്റ്റ് കോണ്ടൂറിൻ്റെ കേസിൽ നമുക്ക് കാണാൻ പറ്റും ഇമാജിനറി ആക്സിസിൽ നമുക്ക് എന്തില്ല, പോൾസ് ഒന്നുമില്ല. ഓക്കെ, ഇമാജിനറി ആക്സിസിൽ പോൾസ് ഇല്ലാത്ത കോണ്ടൂറാണ് നമ്മളുടെ നോർമൽ ആയിട്ടുള്ള കോണ്ടൂറിനെയാണ് നൈക്വിസ് കോണ്ടൂർ എന്ന് പറയും. അപ്പം അതായത് സിംഗുലാർ പോയിന്റ്സ് ഒന്നുമില്ല എന്ന് പറയും. അതായത് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത് നമ്മളുടെ ഇമാജിനറി ആക്സിസിൽ എന്തില്ല, ഇമാജിനറി ആക്സിസിൽ പോൾസോ ഒന്നുമില്ല എങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കുന്നു, നോർമൽ ആയിട്ടുള്ള ഒരു നൈക്വിസ് കോണ്ടൂർ എന്ന് വിളിക്കുന്നു. രണ്ടാമത്തെ കോണ്ടൂർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെൻ ദ പോൾസ് അറ്റ് ദ ഒറിജിനിൽ നമ്മളുടെ ഒരു പോൾ ഉണ്ട് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മളിവിടെ 3 സെഗ്മെൻ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്തത്. C1, C2 ആൻഡ് C3 3 സെഗ്മെൻ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്തത്. അപ്പോൾ പക്ഷേ ഈ അടുത്ത കേസ് നിങ്ങൾ നോക്കുവാണെങ്കിൽ ഈ കേസിൽ എവിടെയുണ്ടെന്ന് ഒരു പോള് എവിടെ വന്ന് കിടപ്പുണ്ട്, നമ്മളുടെ ഒറിജിനിൽ ഒരു പോൾ ഉണ്ടെന്ന് വിചാരിക്കാം. ഇപ്പോൾ ഈ ഒറിജിനൽ പോൾ ഉണ്ടെങ്കിൽ ആ ഒറിജിനലിലെ പോളിനെ നമ്മൾ ഒഴിവാക്കിയിട്ട് ഒരു സിംഗുലാർ പോയിന്റ് നമ്മൾ വരയ്ക്കുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഇവിടെ ഒരു ആർക്കും കൂടി നമ്മൾ കൺസിഡർ ചെയ്യും. അപ്പോൾ ആ ആർക്കിനെ C4 എന്ന് നമ്മളിടും. അപ്പം നമ്മൾ നേരത്തെ എല്ലാം കേസിൽ എത്ര ഉള്ളൂ, C1, C2, C3 എന്ന് പറയുന്ന 3 എന്താ ഉള്ളത്, സെഗ്മെൻ്റ് ആണ് ഉള്ളതെങ്കിൽ ഈ ഒരു കേസിൽ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഈ സിംഗുലാർ പോയിന്റിനെ അല്ലെങ്കിൽ നമ്മളുടെ ഒറിജിനിലുള്ള പോളിനെ കവർ ചെയ്തിട്ട് നമ്മൾ അതിനെ ഒന്ന് ഒഴിവാക്കിക്കൊണ്ട് എന്ത് ചെയ്യുന്നു, നമ്മളൊരു നാലാമത്തെ ഒരു സെഗ്മെൻറ്റ് കൂടി നമ്മൾ വരയ്ക്കുന്നു. C4 എന്ന് പറയുന്ന ആർക്ക് നമ്മൾ വരയ്ക്കുന്നു. അതിൻ്റെ റേഡിയസ് നമ്മൾ എടുക്കുന്നത് 0 ആയിട്ടായിരിക്കും എടുക്കുക. നമ്മൾ ഇതിൻ്റെ റേഡിയസ് എത്രയാണ് എടുത്തത്, ഇൻഫൈനൈറ്റ് റേഡിയസ് ആണ് ഈ C2ൻ്റെ എന്തായിട്ട് എടുക്കുന്നത്, C2ൻ്റെ റേഡിയസ് ഇൻഫിനിറ്റി ആയിട്ടാണ് എടുക്കുന്നത്. പക്ഷേ C4ൻ്റെ റേഡിയസ് നമ്മൾ എത്രയാണ് എടുക്കുന്നത്, 0 ആയിട്ടാണ് എടുക്കുന്നത്. ഓക്കെ, അടുത്തത് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്താണ്, C1, C2, C3. ഓക്കെ, ഇനി അടുത്തത് കേസ് നിങ്ങൾ നോക്കുവാണെങ്കിൽ ചില കേസസിൽ ഇമാജിനറി ആക്സിസിൽ വീണ്ടും എന്തുണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്, പോൾസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അവിടെയും നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ ഇതിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് നമ്മൾ വരയ്ക്കണം, ആർക്ക് വരയ്ക്കണം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ വീണ്ടും എന്ത് വരും, ചിലപ്പോൾ C1, C2, C3, C4, C5, C6 അങ്ങനെയൊക്കെ വരും. അപ്പോൾ അതായത് ഈ ഇമാജിനറി ആക്സിസിൽ നമ്മളുടെ എന്ത് വന്നിട്ടുണ്ടെങ്കിൽ, ഇമാജിനറി ആക്സിസിലോ ഒറിജിനിലോ നമ്മളുടെ പോൾസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ കൂടി 0 റേഡിയസ് ഉള്ള ഒരു ആർക്ക് വരച്ചിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമായിട്ട് വരും. ഓക്കെ, അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ബേസിക് ആയിട്ട് മനസ്സിലായിക്കൊള്ളാം. നമ്മൾ ഓരോ സെഗ്മെൻറ്റ് എങ്ങനെയാണ് കൺസിഡർ ചെയ്യുന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പം നമ്മൾ ആദ്യം ചെയ്യുന്നത് ഇതാണ് പ്രൊസീജിയർ. എന്താണ്, നൈക്വിസ് കോണ്ടൂർ സെലക്ട് ചെയ്യുന്നു. അപ്പം അതിന് കറസ്പോണ്ടിങ് ആയിട്ട് സിംഗുലാർ പോയിന്റ്സ് ഉണ്ടെങ്കിൽ അതിനെ ഒഴിവാക്കി നമ്മൾ വരയ്ക്കുന്നു. ഓക്കെ, അതിനുശേഷം നമുക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, നൈക്വിസ് കോണ്ടൂർ മാപ്പ് ചെയ്യുന്നു G of S into H of S പ്ലെയിനിൽ യൂസിങ് ഫംഗ്ഷൻ G of S into H of S to determine the. അപ്പോൾ അതായത് നിങ്ങൾ ആക്ച്വലി നമ്മൾ ഈ എസ് പ്ലെയിനിലുള്ളതിനെ നമ്മൾ എങ്ങോട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്, G of S into H of S പ്ലെയിനിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ആ ഒരു പ്രൊസീജിയർ എന്താണെന്നാണ് നമ്മൾ ഈ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ കാണുന്നത്. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ അതാണ് ചെയ്യുന്നത്. ഇതിലെ ഈ എസ് പ്ലെയിനിലുള്ളതിനെ നമ്മൾ G of S into H of S പ്ലെയിനിലേക്ക് നമുക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാം. ഓക്കെ, അതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പം അത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഐഡിയ കിട്ടും. ഓക്കെ, അതായത് ഒരു പ്രോബ്ലം ചെയ്തിട്ട് നമുക്ക് ആ പ്രോബ്ലം വഴി നിങ്ങൾക്ക് അതിലേക്ക് നമുക്ക് എത്താം. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു പ്രോബ്ലം നമ്മൾ ഫസ്റ്റ് എടുക്കുകയാണ്. എല്ലാവരും പ്രോബ്ലം ഒന്ന് ചെയ്യുക, എടുക്കുക. ഓക്കെ, നോട്ട് ചെയ്യുക. ഡ്രോ ദ നൈക്വിസ് പ്ലോട്ട് ഫോർ ദ സിസ്റ്റം. Draw the Nyquist plot for the system whose open loop transfer function is G of S into H of S is equal to K by S into S plus 2 into S plus 10. ഓക്കെ, ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക, G of S into H of S ആണ്. അപ്പം ഈ G of S into H of S തന്നിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അത് ഏത് പ്ലെയിനിലാണ് വരയ്ക്കേണ്ടത്, G of S into H of S പ്ലെയിനിലാണ് നമ്മൾ നമ്മുടെ നൈക്വിസ് കോണ്ടൂർ വരയ്ക്കേണ്ടത്. അപ്പം G of S into H of S പ്ലെയിനിൽ വരയ്ക്കുമ്പോൾ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു -1 ആയിരിക്കും നമ്മളുടെ എൻസർക്കിൾമെൻറ്റ് ഉണ്ടാകേണ്ടത്. ഓക്കെ, അപ്പം
k ഡിവൈഡഡ് ബൈ s ഇൻറ്റു എസ് പ്ലസ് 2 ഇൻറ്റു എസ് പ്ലസ് 10. ഇപ്പം ഇവിടെ തന്നിട്ടുള്ളത് നൈക്വിസ്റ്റ് പ്ലോട്ട് വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഡിറ്റർമൈൻ ദ റേഞ്ച് ഓഫ് k ഫോർ വിച്ച് ദ ക്ലോസ്ഡ് ലൂപ്പ് സിസ്റ്റം ഈസ് സ്റ്റേബിൾ. ഓക്കെ, ഈ സിസ്റ്റം സ്റ്റേബിൾ ആകുന്ന കെയുടെ റേഞ്ച് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓക്കെ, അപ്പം നമ്മളുടെ പ്രൊസീജിയറിലേക്ക് പോവാം. നമുക്ക് കൺസെപ്റ്റ് നിങ്ങൾ ക്ലിയർ ആയിട്ട് ഇരുന്നാൽ മാത്രമേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ കൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ കൺസെപ്റ്റ് പ്രകാരം എന്താണ് നമ്മൾ പറയുന്നത്? നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താണ്? നമുക്ക് നൈക്വിസ്റ്റ് സ്റ്റെബിലിറ്റി ക്രൈറ്റീരിയൻ എന്ന് പറയുന്നത്, ആക്ച്വലി എന്താണ് നൈക്വിസ്റ്റ് സ്റ്റെബിലിറ്റി ക്രൈറ്റീരിയൻ? ഇത് ചിലപ്പോൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് നൈക്വിസ്റ്റ് സ്റ്റെബിലിറ്റി ക്രൈറ്റീരിയൻ? അപ്പം നമ്മൾ ജി ഓഫ് എസ് ഇൻറ്റു എച്ച് ഓഫ് എസ് പ്ലെയിനിലുള്ള ജി ഓഫ് എസ് ഇൻറ്റു എച്ച് ഓഫ് എസിനെ, അതായത് എസ് പ്ലെയിനിലുള്ളതിനെ ജി ഓഫ് എസ് ഇൻറ്റു എച്ച് ഓഫ് എസ് പ്ലെയിനിൽ വരയ്ക്കുമ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് കിട്ടുന്ന ജി ഓഫ് എസ് ഇൻറ്റു എച്ച് ഓഫ് എസ് കോണ്ടൂർ എൻസർക്കിൾ ചെയ്യുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ എത്രയായിരിക്കണം? നമ്പർ ഓഫ് പോൾസ് എത്രയുണ്ടോ അത്രയും ടൈംസ് ആയിരിക്കണം ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എൻസർക്കിൾമെൻറ്റ് വേണ്ടത്. നമ്പർ ഓഫ് പോൾസിൻ്റെ അത്രയും എൻസർക്കിൾമെൻറ്റ് ഇല്ല എങ്കിൽ അതിൻ്റെ മീനിങ് അവിടെ എന്തുണ്ടെന്നാണ്? അവിടെ ഒരു സീറോ ഉണ്ടെന്നാണ്. അപ്പോൾ സീറോ ഉണ്ടെങ്കിൽ എന്താണ്? സിസ്റ്റം അൺസ്റ്റേബിൾ ആണ്. ബിക്കോസ് റൈറ്റ് ഹാഫ് ഓഫ് എസ് പ്ലെയിനിൽ സീറോ വരാൻ പാടില്ല. എന്തിൻ്റെ സീറോ? ജി ഓഫ് എസിൻ്റെ എച്ച് ഓഫ് എസിൻ്റെ സീറോ റൈറ്റ് ഹാഫിൽ വരാൻ പാടില്ല. അപ്പം അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ സിസ്റ്റം അൺസ്റ്റേബിൾ ആണ്. ഓക്കെ, ദാറ്റ് ഈസ് ആക്ച്വലി നൈക്വിസ്റ്റ് സ്റ്റെബിലിറ്റി ക്രൈറ്റീരിയൻ. ഓക്കെ, നമ്പർ ഓഫ് ആൻറ്റി ക്ലോക്ക് വൈസ് എൻസർക്കിൾമെൻറ്റ് ഈക്വൽ ടു നമ്പർ ഓഫ് പോൾസ്. ഓക്കെ, അപ്പം ഇതാണ് നമ്മളുടെ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്ന പ്രൊസീജിയർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യനകത്ത് ജി ഓഫ് എസ് ഇൻറ്റു എച്ച് ഓഫ് എസ് ആണ് തന്നിട്ടുള്ളത്. അപ്പം ഇതിനെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ ആദ്യം ചെയ്യുന്ന പ്രൊസീജിയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ നേരത്തെ ഒരു ബോർഡേ ഫോം എന്നൊക്കെ പറയുന്ന ഒരു ഫോമിലേക്ക് ചെയ്തില്ലേ, അതായത് 1+ എന്ന് പറയുന്ന ആ ഒരു ഫോമിലേക്ക് ഇതിനെയും നമ്മൾ കൺവേർട്ട് ചെയ്യണം. അതായത് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് ജി ഓഫ് എസ് ഇൻറ്റു എച്ച് ഓഫ് എസിൻ്റെ വാല്യൂ ആണ്. ജി ഓഫ് എസ് ഇൻറ്റു എച്ച് ഓഫ് എസ് ഇസ് ഈക്വൽ ടു കെ ബൈ എസ് ഇൻ എസ് പ്ലസ് 2 ഇൻറ്റു എസ് പ്ലസ് 10 എന്നാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ ചെയ്യുന്നത് ആക്ച്വലി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ 1+ എന്ന് പറയുന്ന ഫോം, അതായത് നമ്മൾ നേരത്തെ ബോർഡേ ഫോം എന്നൊക്കെ പറയുന്ന ഫോമിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുകയാണ്. അതായത് 2 നമ്മൾ ഔട്ട് സൈഡ് എടുക്കുന്നു, ഈ എസ് പ്ലസ് 2ൽ 2 ഔട്ട് സൈഡ് എടുക്കുന്നു, ഇവിടെ 10 നമ്മൾ ഔട്ട് സൈഡ് എടുക്കുന്നു. അപ്പം 2 ഇൻറ്റു എസ് പ്ലസ് 2 പ്ലസ് 1 ഇൻറ്റു 10 ഇൻറ്റു എസ് പ്ലസ് എസ് ബൈ 10/1. അതായത് നമ്മൾ ഈ ഒരു ഫോമിലേക്ക് നമ്മൾ ആദ്യം ഇതിനെ കൺവേർട്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾക്കറിയാം ഇത് 10 ഇൻറ്റു 2, ഓക്കെ, 20, 1/20 എന്ന് പറയുന്നത് 0.05 ആവും. ഓക്കെ, അപ്പം 0.05 k ഡിവൈഡഡ് ബൈ എസ് ഇൻറ്റു 1 പ്ലസ് 0.5s ഇൻറ്റു 1 പ്ലസ് 0.1s. ഓക്കെ, അപ്പോൾ ഇങ്ങനെയായിരിക്കും നമുക്ക് എന്ത് കിട്ടുക? നമ്മളുടെ വാല്യൂസ് നമുക്ക് കിട്ടുക. ക്ലിയർ അല്ലേ? അപ്പം ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ, ഇങ്ങനെ ഈ വാല്യൂ കിട്ടിക്കഴിഞ്ഞിട്ടാണ് നമ്മൾ പ്രൊസീഡ് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ നേരത്തെ ചെയ്യുന്ന പോലെ നമ്മൾ ഈ 1+ എന്ന് പറയുന്ന ഫോമിലേക്ക് നമ്മൾ എല്ലാത്തിനെയും കൺവേർട്ട് ചെയ്യാം. ഓക്കെ, അതാണ് നമ്മളുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ വി ക്യാൻ സീ, നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ ഒറിജിനൽ പോൾ ഉണ്ടോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഈ കേസിലെല്ലാം s = -2 ഉം s = -10 ഉമാണ് നമുക്കുള്ളത്. ഓക്കെ, s = -2 s = -10 ഉമാണ്. അതുപോലെ തന്നെ s = 0. അപ്പോൾ എത്ര പോൾസ് ആണ് നമുക്കുള്ളത്? s = 0, s = -2, s = -10. ഇത് നമുക്കറിയാം, s എന്ന് പറയുന്ന 0 എന്ന് പറയുന്നത്, s = 0 എന്ന് പറയുന്ന ഒരു പോള് എവിടെയുണ്ട്? ഒറിജിനിലുണ്ട്. മനസ്സിലായില്ലേ? അപ്പം അത് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ നമ്മൾ ഈ പോള് നമ്മൾ മാർക്ക് ചെയ്യുക, ഒറിജിനിലുള്ള പോള് നമ്മൾ മാർക്ക് ചെയ്യുക. ഓക്കെ, അപ്പം ദാറ്റ് ഈസ് ആക്ച്വലി ദ ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, ഒറിജിനിലുള്ള നമ്മളുടെ പോള് നമ്മൾ മാർക്ക് ചെയ്യുക. ക്ലിയർ അല്ലേ? എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഹിയർ വി ക്യാൻ സീ വൺ പോൾ വിച്ച് ഈസ് ഓൺ ദ ഒറിജിൻ. ഓക്കെ, അപ്പം എന്ത് ചെയ്യണം? നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇത് സിഗ്മ ജെ ഒമേഗയാണ്, ഇത് എസ് പ്ലെയിൻ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളുടെ ഒരു ആർക്ക് വരയ്ക്കുകയാണ്. ദിസ് ഈസ് ആക്ച്വലി C1, ദിസ് ഈസ് C2 ആൻഡ് ദിസ് ഈസ് C3. പിന്നെ എന്ത് ചെയ്യണം? ഇവിടെ ഒരു ഒറിജിനിൽ ഒരു പോള് വന്നതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ആർക്ക് കൂടി നമ്മൾ വരയ്ക്കുന്നു, C4. അപ്പോൾ ഈ C4 എന്ന് പറയുന്ന ആർക്കിൻ്റെ റേഡിയസ് എത്രയാണ്? 0 ആയിരിക്കും റേഡിയസ്. ഈ C2 എന്ന് പറയുന്ന ആർക്കിൻ്റെ റേഡിയസ് എത്രയാണ്?
ഇൻഫിനിറ്റ് റേഡിയസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ C1 എന്ന് പറയുന്നത് 0 to ഇൻഫിനിറ്റി വരെ ഒമേഗയുടെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നു. ഇവിടെ -∞ to 0 വരെയാണ് നമ്മളുടെ എന്ത് വാല്യൂ ചേഞ്ച് ചെയ്യുന്നത്, ഇവിടെ C3യുടെ ഒമേഗയുടെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇവിടെ നമുക്ക് എത്ര സെഗ്മെന്റ് ആണ് ഉള്ളത്, അല്ലെങ്കിൽ എത്ര സെക്ഷൻസ് ആണ് നമുക്കുള്ളത്? C1, C2, C3 ആൻഡ് C4. ഓക്കെ, അപ്പം ഈ ഓരോ സെക്ഷനും കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഓരോ സെക്ഷൻ ഇൻ എക്സ്പ്ലെയിനിലുള്ള ഈ C1, C2, C3, C4 എന്ന് പറയുന്ന സെക്ഷന് കറസ്പോണ്ടിങ് ആയിട്ട് G(s) into H(s) പ്ലെയിനിൽ ഇത് മാപ്പ് ചെയ്യുന്ന പ്രോസസ്സാണ് നമ്മളുടെ നൈക്വിസ്റ്റ് സ്റ്റെബിലിറ്റി ക്രൈറ്റീരിയ പ്രകാരം നമ്മൾ ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഒരു